നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന ഈ യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് പേരൻപ് എന്ന ചിത്രത്തെക്കുറിച്ചുള്ള രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നമുക്ക് ഏതിനെ വിളിക്കണമെന്നറിയില്ല. എന്തായാലും ആദ്യം പറയേണ്ടത് ചിത്രത്തിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷനിലുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയെ പറ്റിയാണ്. സംഭവം വേറെ ഒന്നുമല്ല, ചിത്രം അതായത് പേരൻപ് എന്ന മമ്മൂട്ടി ചിത്രം ചെന്നൈ സിറ്റിയിലെ മൾട്ടിപ്ലക്സുകളിൽ മാത്രമായി ചിത്രം 50 ലക്ഷത്തിൽ മുകളിൽ കളക്ഷൻ നേടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ 65% ഒക്യുപ്പൻസിയോട് കൂടി ചിത്രം ഇപ്പോഴും മുന്നോട്ട് പോകുന്നു എന്നൊരു സന്തോഷ വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. 65% ഒക്യുപ്പൻസിയോട് കൂടി ചെന്നൈ സിറ്റിയിലുള്ള മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിൽ ചിത്രം ഇപ്പോഴും ഓടുന്നു എന്നത് ഒരു മമ്മൂട്ടി ചിത്രത്തിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു ആർട്ട് സിനിമ എന്ന് ഞാൻ അതിന് വിളിച്ചപ്പോൾ പലരും എന്നെ ദേഷ്യപ്പെടുകയും ചിലർ എന്നോട് ഉപദേശിക്കുകയൊക്കെ രീതിയിലുള്ള സംസാരമൊക്കെ വന്നിരുന്നു. എന്തായാലും ഇതിനെ ഒരു ആർട്ട് സിനിമ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കണം. കാരണം ഇത് ഒരു കലാമൂല്യമുള്ള ഒരു സിനിമ എന്ന് തന്നെയാണ് ഇതിനെ പറയേണ്ടത്. 100% ഒരു കൊമേഴ്ഷ്യൽ സിനിമയല്ല. അതുകൊണ്ട് തന്നെ അതുപോലെയുള്ള ഒരു ചിത്രത്തിന് 50 ലക്ഷത്തിന് മുകളിൽ ചിത്രം ചെന്നൈ സിറ്റിയിലെ മൾട്ടിപ്ലക്സുകളിൽ നിന്ന് മാത്രം കളക്ഷൻ നേടി എന്ന് പറയുന്നത് ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. 52 ലക്ഷം രൂപ കളക്ഷൻ നേടി എന്നാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. മൂന്നാം വാരത്തിലും 65% ഒക്യുപ്പൻസിയോട് കൂടി ചിത്രം ഇപ്പോഴും ചെന്നൈ സിറ്റിയിൽ തുടരുന്നു. അതായത് സ്റ്റഡി കളക്ഷൻ മുന്നോട്ട് പോകുന്നു. ചിത്രം ഒരു നല്ലൊരു ലോങ് റണ്ണ് തന്നെ ചിത്രത്തിന് ചെന്നൈയിൽ നിന്ന് ലഭിക്കും എന്ന രീതിയിലാണ് ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ വാർത്ത, ഈ ചിത്രത്തെ ഒരു ആർട്ട് പടം എന്ന് വിളിച്ചപ്പോൾ എന്നോട് പ്രതികരിച്ചവർക്കുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ഉത്തരമായിരിക്കാം ഇത്. ചിത്രം 49th ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിലെ ഇന്ത്യൻ പനോരമ വിഭാഗത്തിലേക്ക് തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് അടുത്തത്. ഇന്ത്യൻ പനോരമ വിഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പനോരമ അവാർഡ് എന്നൊക്കെ പറയുന്ന സംഭവം തന്നെ. വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഇന്ത്യൻ പനോരമ അവാർഡ് എന്ന് പറയുന്ന സാധനം ഇന്ത്യൻ സിനിമകളെ സംബന്ധിച്ച് നാഷണൽ അവാർഡിന് തൊട്ട് താഴെയുള്ള ഒരു സംഭവമാണ്. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നാഷണൽ അവാർഡിൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ഹിന്ദി സിനിമകളിൽ നിന്നെല്ലാം ഏതെങ്കിലും ഒരു ചിത്രം മത്സര വിഭാഗത്തിലേക്ക് പങ്കെടുത്തു കഴിഞ്ഞാൽ അവരാണ് സാധാരണയായിട്ട് അവാർഡ് കൊണ്ടുപോകാറ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് കൈകടത്തലുകൾ ഉണ്ട് എന്ന് നമുക്ക് 100% വിശ്വസിക്കേണ്ടതായിട്ടിരിക്കുന്നു. എന്നാൽ ഇന്ത്യൻ പനോരമയിലേക്ക് സെലക്ഷൻ നേടുന്ന സിനിമകളിൽ അങ്ങനെ സംഭവിച്ചതായിട്ട് ഇതുവരെ കേട്ടിട്ടില്ല, അല്ലെങ്കിൽ കണ്ടിട്ടില്ല. നല്ല സിനിമകൾക്കാണ് അവിടെ അവാർഡ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ പനോരമ അവാർഡ് 100% ഈ ചിത്രത്തിന് തന്നെയായിരിക്കും കൊണ്ടുപോവുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്ക് തോന്നുന്നില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ രണ്ട് വിഷയത്തിലും? അതായത് ചെന്നൈ സിറ്റിയിൽ 50 ലക്ഷം രൂപ കളക്ഷൻ നേടി എന്നതും അതോടൊപ്പം തന്നെ ഇന്ത്യൻ പനോരമ വിഭാഗത്തിലേക്ക് ചിത്രം സെലക്ഷൻ നേടി എന്നുള്ളതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവ് ചെയ്ത് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമായിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.